ഈ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ആ ബോധ്യ നിർമ്മിതി, ആ ബോധ്യ നിർമ്മിതിയിലൊരു വേറെ പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. ദരിദ്രരും സാധാരണക്കാരും ദുർബലരുമായ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ഇടത്തട്ട് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾ. അപ്പോൾ ഒരാളുടെ ഭാഷയും ഒരാളുടെ കാഴ്ചപ്പാടുകളും എല്ലാം രൂപപ്പെടുന്നതിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കൊരു പങ്കുണ്ട്. അതിൽ നിന്ന് വളരെ തെളിമയുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് രൂപപ്പെടും. തെളിമയുള്ള ഭാഷ ആ സാഹചര്യത്തിൽ നിന്ന് രൂപപ്പെടണമെന്നില്ല. അനുഭവങ്ങളിൽ നിന്ന് ഒരു ഹ്യൂമൻ സെൻട്രിക്കായ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം രൂപപ്പെടും. കാരണം ആ പശ്ചാത്തലം അങ്ങനെ ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് വളരെ തെളിമയുള്ളൊരു ഭാഷയോ ഒന്നും രൂപപ്പെടണമെന്നില്ല. ഇല്ല. അപ്പോൾ ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ, ഈ ദുർബലരും സാധാരണക്കാരും, ഞാനീ പറഞ്ഞ അടിസ്ഥാന വർഗം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, അവിടെ നിന്നും നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെ മുഖ്യധാരകളിലേക്ക് ആളുകൾ വരണ്ടേ? നമ്മുടെ ആഗോളവൽക്കരണ കാലത്തെ പൊളിറ്റിക്സിലാണ് അല്ലേ? ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ന് കോടീശ്വരന്മാരുടെ എണ്ണത്തിലാണ്. നമ്മളിതിനെ അങ്ങനെ കൂടി വികസിപ്പിക്കാം എന്ന് ഞാൻ തോന്നുന്നു. ഞങ്ങൾ AKGയുടെ പേര് ചോദിച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം രൂപപ്പെടും? അന്നും അങ്ങനെ തന്നെയാണ്. ഈ ഇടതുപക്ഷത്തിൽ നിന്ന് ഉയർന്നു വരുന്നവരല്ലാതെ മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുമ്പോൾ മറ്റ് MP-മാരുടെ എല്ലാം കൂട്ടത്തിൽ അവർ നമ്മളോടൊന്നല്ല, എല്ലാ MP-മാരോട് പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ത് ബിസിനസ് എന്നാണ്. മനസ്സിലായി? ബിസിനസ് തെറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്, ബിസിനസ് തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ബിസിനസ് ചെയ്യുന്നവർ മാത്രമാണ്, അല്ലെങ്കിൽ ബിസിനസ് സെൻട്രിക്കായി ജീവിത വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവിടെ നിന്നും സ്വിച്ച് ഓവർ ചെയ്ത് വരുന്ന ഒരു ഇടത്താവളമായി പൊളിറ്റിക്സ് മാറാണ്. ലോക്സഭയാകട്ടെ രാജ്യസഭയാകട്ടെ കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭകളാകട്ടെ, നിങ്ങൾക്ക് ഈ വ്യത്യാസം കാണാൻ കഴിയും. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട്. പാർലമെൻറ്റ് നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആരുടെ നിയമങ്ങളാണ് ഉണ്ടാക്കുക? ദുർബലരും സാധാരണക്കാരുമായ മനുഷ്യരുടെ ശബ്ദം എവിടെയാണ് പ്രതിഫലിക്കേണ്ടത്? കുറേ കാലമായി പാർലമെൻറ്റിനകത്ത് ലേബർ എന്ന് പറയുന്ന പദം തന്നെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്, ഉപയോഗത്തിൽ വരുന്നില്ല. തൊഴിലാളി ബഡ്ജറ്റുകളെടുത്ത് നോക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് നിയമം ഉണ്ടാക്കുന്നത്? ഓഫ് ദി പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നുള്ളത് ഓഫ് ദി കോർപ്പറേറ്റ്, ഫോർ ദ കോർപ്പറേറ്റ്, ബൈ ദി കോർപ്പറേറ്റ് എന്നതിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത് വരുന്നൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട്.